9ാം ക്ലാസ്സിലെ രസതന്ത്രം 2023 ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സാണ് ഈ വീഡിയോയിൽ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഉത്തരം ഫ്ലൂറിൻ. രണ്ടാമത്തത്, കാസ്റ്റിക് സോഡയുടെ രാസനാമം എഴുതുക. ആൻസർ സോഡിയം ഹൈഡ്രോക്സൈഡ്, അതായത് NaOH. മൂന്നാമത്തെ 2Na, Na എന്ന് പറഞ്ഞാൽ സോഡിയം എന്നാണ് കേട്ടോ. 2Na + Cl2 ക്ലോറിൻ. സോഡിയം + ക്ലോറിൻ ഗീവ്സ് സോഡിയം ക്ലോറൈഡ് NaCl. ഈ രാസപ്രവർത്തനത്തിലെ ഓക്സികാരി ഏതാണ്? ഓക്സികാരി ക്ലോറിനാണ്. 1- എന്ന് എഴുതിയാണോ? അപ്പോൾ ക്ലോറിനാണ് ഓക്സികാരി. നാലാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന ഓക്സൈഡുകളിൽ അസിഡിക് ഓക്സൈഡ് ഏതാണ്? അസിഡിക് ഓക്സൈഡ് ഇതിൽ ആദ്യത്തെ സോഡിയം ഓക്സൈഡ്, പൊട്ടാസ്യം ഓക്സൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്. ആൻസർ സൾഫർ ഡയോക്സൈഡ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. നൈട്രജൻ N2, ഓസോൺ O3 ആണ്. ഇനി 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. 2 സ്കോർ വീതം. ആറാമത്തെ, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. ആറ്റങ്ങളുടെ വലിപ്പം കൂടുന്തോറും അയോണീകരണ ഊർജം കൂടുന്നു. തെറ്റാണ്. രണ്ടാമത്തെ, ആറ്റങ്ങളുടെ വലിപ്പം കുറയും തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും. കറക്റ്റ്. മൂന്നാമത്തെ, ആറ്റങ്ങളുടെ വലിപ്പം കൂടുന്തോറും ലോഹ സ്വഭാവം കൂടുന്നു. അതും കറക്റ്റാണ്. നാലാമത്തെ, പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു. കൂടല്ല ചെയ്യണത്, കുറയാണ്. അത് തെറ്റാണ്. അപ്പോൾ ഇവിടെ ആൻസർ രണ്ടാമത്തെയും മൂന്നാമത്തെയാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, പരീക്ഷണശാലയിൽ ഹൈഡ്രജൻ നിർമ്മിക്കാൻ ആവശ്യമായ രാസവസ്തുക്കൾ ഏതെല്ലാം? ആൻസർ സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും. സിങ്ക് എന്ന് പറഞ്ഞാൽ Zn, ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl. ഇനി ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ വായുവിൽ ഉയർന്നു പൊങ്ങുന്നതിൻ്റെ കാരണം എന്ത്? ഉത്തരം ഹൈഡ്രജന് വായുവിനേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ജൈവ വളപ്രയോഗത്തിൻ്റെ ഏതെങ്കിലും 2 ഗുണങ്ങൾ, മേന്മകൾ എഴുതുക. ജൈവവളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്കോ ഫ്രണ്ട്ലി, അതായത് പരിസ്ഥിതി സൗഹൃദം, പിന്നെ മണ്ണിൻ്റെ സ്വാഭാവികത നിലനിർത്തുന്നു. മണ്ണിൻ്റെ ഈ കെമിക്കലൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് മണ്ണിൻ്റെ ആ ഒരു ഗുണങ്ങൾ നിലനിർത്തുന്നു. അടുത്തത്, ഒരു ഓർഗാനിക് സംയുക്തത്തിൻ്റെ ചുവടെ തന്നിരിക്കുന്നത്. കണ്ടോ? ഈ കാർബണിൽ നിന്ന് ഹൈഡ്രജന് യോജിപ്പിച്ചേക്കുന്നതാണിത്. ഈ കാർബണിൻ്റെ സംയോജകത എത്ര? അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കാർബണിന് 4. അപ്പോൾ അതുകൊണ്ട് കാർബണിൻ്റെ സംയോജകത 4. ഇനി കാർബണും ഹൈഡ്രജനും മാത്രമുള്ള ഓർഗാനിക് സംയുക്തത്തിൻ്റെ പേരാണ് ഹൈഡ്രോകാർബണുകൾ. ഇനി രൂപാന്തരത്വം പ്രകടിപ്പിക്കുന്ന ഒരു മൂലകമാണ് കാർബൺ. രൂപാന്തരത്വം, അതായത് അലോട്രോപ്പി, അത് എന്നാൽ എന്ത്? ഒരേ രാസഗുണത്തോടും വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോടും കൂടിയ ഒരു മൂലകത്തിൻ്റെ വിവിധ രൂപങ്ങളെ രൂപാന്തരങ്ങളെന്നും ഈ പ്രതിഭാസത്തെ രൂപാന്തരത്വം എന്നും പറയുന്നു. ഒരേ രാസഗുണം, കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ രൂപങ്ങളെയാണ് രൂപാന്തരങ്ങൾ എന്ന് പറയുക. ഇതിൻ്റെ ആ ഫിനോമിനനെയാണ് പറയുന്നത് അലോട്രോപ്പി, അതായത് രൂപാന്തരത്വം എന്ന് പറയുന്നത്. ഇനി ക്രിസ്റ്റൽ ആകൃതി ഇല്ലാത്ത കാർബൺ രൂപാന്തരങ്ങളെ പൊതുവായി അമോർഫസ് കാർബൺ എന്നാണ് പറയുന്നത്.
ഇനി 11 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. 3 സ്കോർ വീതം. ഒന്നാമത്തെ CaCO3, 11ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. CaCO3, കാൽസ്യം കാർബണേറ്റ് ആണ് മാർബിൾ എന്ന് പറഞ്ഞാൽ കേട്ടോ. CaCO3 പ്ലസ് 2HCl gives CaCl2, ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിന്ന് Cl കാർബണായിട്ട് ചേർന്നിട്ട് കാൽസ്യമായിട്ട് ചേർന്നിട്ട് കാൽസ്യം ക്ലോറൈഡ് ഉണ്ടാവും. പിന്നെ വെള്ളം H2O പ്ലസ് പിന്നെ ബാക്കി വരുന്നത്. ഈ രാസപ്രവർത്തനത്തിൻ്റെ വേഗം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏതെങ്കിലും 2 മാർഗങ്ങൾ. ഒന്ന്, അതിൻ്റെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുക, കൂട്ടുക, ഗാഢത വർദ്ധിപ്പിക്കുക. പിന്നെ പൊടിച്ച മാർബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽസ്യം കാർബണേറ്റ് പൊടി ഉപയോഗിക്കുക. പൊടിച്ച കാൽസ്യം കാർബണേറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ പറ്റും. അടുത്തത്, ഈർപ്പരഹിതമായ ഒരു ബോയിലിംഗ് ട്യൂബിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുന്നു. ഈ ബോയിലിംഗ് ട്യൂബിൻ്റെ ഉള്ളിലേക്ക് എരിയുന്ന തീപ്പെട്ടിക്കൊള്ളി കാണിച്ചപ്പോൾ അത് ആളിക്കത്തി. ഈ തീപ്പെട്ടിക്കൊള്ളി ആളിക്കത്തിയത് ഏത് വാതകത്തിൻ്റെ സാന്നിധ്യമാണ് സൂചിപ്പിക്കുന്നത്? കത്തണത് എപ്പോഴും ഓക്സിജൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. ഇനി അടുത്തത്, ബോയിലിംഗ് ട്യൂബിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം എഴുതുക. പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലേ, KMnO4 പ്ലസ് ഹീറ്റ് ചൂടാക്കുന്നു, താപം, ഗീവ്സ് K2MnO4 പ്ലസ് മാംഗനീസ് ഓക്സൈഡ് MnO2 പ്ലസ് ഓക്സിജൻ. ഇനി ഈ രാസപ്രവർത്തനം ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? വിഘടനം, ഡീകമ്പോസിഷനാണ് വിഘടനം. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ആറ്റത്തിൻ്റെ ആറ്റോമിക നമ്പർ 17. ഈ ആറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ എണ്ണം, അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം, അല്ലെങ്കിൽ ആറ്റോമിക് നമ്പർ. ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. ഇനി മാസ് നമ്പർ 35ഉമാണ്. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണും ഇതിൽ ഈ നമ്പറുകൾ, അല്ലെങ്കിൽ പ്രോട്ടോണും ന്യൂട്രോണും, അല്ലെങ്കിൽ ഇലക്ട്രോണും ന്യൂട്രോണും, അല്ലെങ്കിൽ ആറ്റോമിക് നമ്പറും ന്യൂട്രോണും. ന്യൂട്രോൺ മാത്രമാണ് മാറി നിൽക്കുന്നത്, ബാക്കി എല്ലാവരും ഒരു ഇതിലാണ് നിൽക്കുന്നത്. ആറ്റോമിക് നമ്പറും പ്രോട്ടോണും ഇലക്ട്രോണും ഒന്ന് തന്നെയാണ് 17 എന്ന് പറഞ്ഞാൽ. അപ്പം 35ഉമാണ്. ഈ ആറ്റത്തിലെ പ്രോട്ടോൺ, ന്യൂട്രോൺ ഇവയുടെ എണ്ണം കണ്ടെത്തി എഴുതുക. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ X എന്ന് പറഞ്ഞിട്ട് ഒരു ആറ്റാന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ താഴെ എഴുതുന്നതാണ് എപ്പോഴും ആറ്റോമിക് നമ്പർ, മുകളിൽ എഴുതുന്നതാണ് മാസ് നമ്പർ. മുകളിൽ എഴുതേക്കുന്നത് ഈ പ്രോട്ടോണും ന്യൂട്രോണും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ താഴെ 17 ഉണ്ട്, അതായത് പ്രോട്ടോണിൻ്റെ എണ്ണം. ഇനി 35-ൽ നിന്ന് 17 പോയാൽ 18ആണ് ന്യൂട്രോണിൻ്റെ എണ്ണം. ഈ ആറ്റത്തിൻ്റെ ബോർ മാതൃക ചിത്രീകരിക്കുക. ബോർ മാതൃക എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ന്യൂക്ലിയസ് ചെറിയൊരു വട്ടം വരയ്ക്കുക, ന്യൂക്ലിയസ് എഴുതുക ഉള്ളിൽ. പിന്നെ ന്യൂക്ലിയസ്, അപ്പോൾ ആറ്റോമിക് നമ്പർ അനുസരിച്ച് ബോർ മോഡൽ വരയ്ക്കുമ്പോൾ ആദ്യം ന്യൂക്ലിയസ്, പിന്നെ ഷെല്ല് KLMN എന്ന് പറഞ്ഞ ഷെല്ലുകളാണ്. Kയിൽ 2 എണ്ണം, Lയിൽ 8 എണ്ണം, പിന്നെ Mയിൽ ബാക്കിയുള്ളത്. ഇപ്പോൾ 2, 8, 7, 17ആണ്. അപ്പോൾ ആറ്റോമിക് നമ്പർ 17 ആയിട്ടുള്ളത് ക്ലോറിൻ ആറ്റാണ്. ഇനി 14ാമത്തെ ചോദ്യം, കാർബണിൻ്റെ 2 ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളുടെ ഘടന ചുവടെ നൽകിയിരിക്കുന്നു. ചിത്രം എയും ചിത്രം ബിയും. ഇതിൽ വജ്രം, ഡയമണ്ടിൻ്റെ ഘടന ഏതാണ്? ചിത്രം ബി ആണ്. ഇനി ഇവയിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഇല്ലാത്ത ക്രിസ്റ്റൽ ഘടന, അത് ഡയമണ്ട് ആണ്, അതായത് ചിത്രം ബി. ഇനി ഗ്രാഫൈറ്റ് സ്നേഹകമായി ഉപയോഗിക്കുന്നു, കാരണമെന്ത്? കാരണം എന്താണ്? ഗ്രാഫൈറ്റിന് ബാഷ്പീകരണശീലമില്ല, ദുർബലമായ വാൻ ഡെർ വാൾസ് ഭൗതിക ബലങ്ങളാണ് പാളികൾക്കിടയിലുള്ളത്, പാളികൾക്ക് പരസ്പരം തെന്നി മാറാൻ ഉള്ള കഴിവുണ്ട്. അതായത് നോൺ വോൾട്ടൈലാണ്, ലെയേഴ്സ് ആർ ഹെൽഡ് ടുഗദർ ബൈ വീക്ക്
ഓരോ ലെയറും ഇങ്ങനെ ചേർന്ന് വെച്ചേക്കുന്നത് വീക്കായിട്ടുള്ള വാൻഡർ വാൾസ് ഫോഴ്സസ് ബലം കൊണ്ടാണ്. ഹെൻസ് വൺ ലെയർ ക്യാൻ സ്ലൈഡ് ഓവർ അനദർ. ഇനി അടുത്തത്, Y എന്ന മൂലകത്തിൻ്റെ ആറ്റോമിക് നമ്പർ 16 പ്രതീകം യഥാർത്ഥമല്ല. ഏതാണ് Y എന്നങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കണമെന്നുള്ളൂ. ഇനി ഈ മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. അപ്പോൾ എന്താണ് ഇലക്ട്രോൺ വിന്യാസം ഏതാ? 16 അല്ലേ? ആദ്യത്തേൽ 2 രണ്ടാമത്തേൽ 8 ബാക്കിയുള്ളത് മൂന്നാമത്തെ 2, 8, 6. ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ 2, 8, 6. ഈ മൂലകം ഏത് പീരീഡിൽ ഉൾപ്പെടുന്നു? അപ്പോൾ 3 അല്ലേ? 2, 8, 6. അപ്പം മൂന്നാമത്തെ പീരീഡിലാണ്. എത്ര ഇതുണ്ടോ അതനുസരിച്ചിട്ടാണ് പീരീഡ് വരുന്നത്. 3. ഇനി ഈ മൂലകം ഏത് മൂലക കുടുംബത്തിൽ ഉൾപ്പെടുന്നു? ഓക്സിജൻ കുടുംബമാണ്. 16 വരുന്നത് ഓക്സിജനാണ്. ഓക്സിജൻ. ഇനി 16 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. 16ാമത്തെ ചോദ്യം, ഉയർന്ന കലോറിക മൂല്യമുള്ളതിനാൽ ഹൈഡ്രജൻ ഒരു ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഇനി കലോറിക മൂല്യം എന്നാൽ എന്ത്? കലോറിക മൂല്യം എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് മാസ് ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ സ്വതന്ത്രമാക്കുന്ന താപോർജ്ജമാണ് ആ ഇന്ധനത്തിൻ്റെ കലോറിക മൂല്യം. ഇനി ഹൈഡ്രജൻ ഇന്ധനത്തിൻ്റെ മറ്റൊരു ഗുണം എഴുതുക. അത് കൂടുതലായിട്ട് ലഭിക്കും. ഉയർന്ന കലോറിക മൂല്യമുണ്ട്, മലിനീകരണം ഇല്ല. പിന്നെ സാധാരണയായിട്ട് 3ാമത്തെ ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ, സാധാരണയായി ഹൈഡ്രജൻ ഒരു ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കുന്നില്ല. കാരണം എഴുതുക. കാരണം എന്താണ്? ഇതിനൊരു സ്ഫോടന സ്വഭാവമുണ്ട്. സ്ഫോടനത്തോടെ ജ്വലിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ. സംഭരിച്ച് വയ്ക്കാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. വിതരണം ചെയ്യാനും അത് പ്രയാസമുള്ളതിനാലാണ്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ, കാർബണും ഓക്സിജനും സംയോജിച്ചുണ്ടാകുന്ന 2 സംയുക്തങ്ങളാണ് കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും. കാർബൺ മോണോക്സൈഡിൻ്റെ രൂപീകരണം കാണിക്കുന്ന സമീകൃത സമവാക്യം എഴുതുക. 2 കാർബൺ പ്ലസ് ഓക്സിജൻ ഗിവ്സ് 2CO. കാർബൺ മോണോക്സൈഡിൻ്റെ രൂപീകരണം, കാർബണും ഓക്സിജൻ ഗിവ്സ് 2CO. രണ്ടാമത്തെ വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ് എന്നിവ നിർമ്മിക്കുന്നതിന് കാർബൺ മോണോക്സൈഡുമായി യഥാക്രമം ഏതൊക്കെ വാതകങ്ങളാണ് ചേർക്കേണ്ടതെന്ന്? വാട്ടർ ഗ്യാസിൽ കാർബൺ മോണോക്സൈഡിൻ്റെ കൂടെ ഹൈഡ്രജൻ ചേർക്കണം. പ്രൊഡ്യൂസർ ഗ്യാസിൻ്റെ കാർബൺ മോണോക്സൈഡിൻ്റെ കൂടെ നൈട്രജൻ ചേർക്കണം, N2. അടുത്ത ക്വസ്റ്റ്യൻ, കാർബൺ മോണോക്സൈഡ് അമിതമായി ശ്വസിക്കുന്നത് മരണത്തിനിടയാക്കുന്നു. കാരണം എന്ത്? കാരണം ഇതെന്താ, രക്തത്തിലെ ഈ കാർബൺ ഡയോക്സൈഡ് ഹീമോഗ്ലോബിനായിട്ട് പ്രവർത്തിച്ച് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകും. ഇതുമൂലം രക്തത്തിന് ഓക്സിജൻ വഹിക്കാനുള്ള കഴിവ് കുറയുകയും മരണത്തിന് ഇടവരുകയും ചെയ്യുന്നു. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ, 4 ലായനികളുടെ pH മൂല്യങ്ങൾ 10, 7, 5, 1 എന്നിങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. pH മൂല്യം ഉപയോഗപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കുക. ഈ pH മൂല്യം 7 എന്ന് പറയുന്നതാണ് ന്യൂട്രലായിട്ടുള്ളത്. സ്റ്റാൻഡേർഡായിട്ട് ന്യൂട്രൽ 7 അതിൻ്റെ മുകളിലേക്ക് പോയ ആൽക്കലിയും താഴെ പോയ ആസിഡുമാണ് ഈ 7 എന്നുള്ളതിൻ്റെ. ഗാഢ HCl ആസിഡിൻ്റെ 1. ഇനി ചൊർക്ക ആസിഡ് തന്നെയല്ലേ, അത് 5. അലക്കുകാരം അത് ആൽക്കലിയാണ്, 10. ഇനി അടുത്തത്, കാർബണിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഓക്സൈഡാണ് കാർബൺ ഡയോക്സൈഡ്, CO2. സസ്യങ്ങൾ CO2 ഉപയോഗപ്പെടുത്തുന്ന പ്രവർത്തനം ഏതാണ്? പ്രകാശ സംശ്ലേഷണം.
ഇനി അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുന്നത് കൊണ്ടുള്ള ഒരു പാരിസ്ഥിതിക പ്രശ്നം എഴുതുക. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കാലാവസ്ഥാ വ്യതിയാനം, ഹരിതാലയ പ്രഭാവം. ഇനി ഒരു ഡ്രൈ ഐസ് എന്നാൽ എന്ത്? ഡ്രൈ ഐസ് അതിൻ്റെ ഒരു ഉപയോഗം എഴുതുക. ഡ്രൈ ഐസ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഒരു സോളിഡ് രൂപമാണ്. ഡ്രൈ ഐസ് അത് ഒരു ശീതീകാരിയാണ്. സ്റ്റേജ് ഷോകളിൽ മേഘസമാനമായ ദൃശ്യങ്ങൾ നിർമ്മിക്കാനൊക്കെയാണ് സാധാരണ ഇത് ഉപയോഗിക്കുന്നത്. ഇനി ലാബോറട്ടറിയിൽ ക്ലോറിൻ നിർമ്മിക്കുന്നതിൻ്റെ ചിത്രമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ചിത്രം വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ക്ലോറിൻ നിർമ്മിക്കാൻ ആവശ്യമായ രാസവസ്തുക്കൾ ഏതെല്ലാമാണ്? KMnO4ഉം HClഉം, പൊട്ടാസ്യം പെർമാംഗനേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും. ഇനി ക്ലോറിൻ വാതകത്തെ ജലത്തിലൂടെ കടത്തിവിടുന്നത് എന്തിനു വേണ്ടിയാണ്? ക്ലോറിനോടൊപ്പം പുറത്തുവരുന്ന HCl ബാഷ്പത്തെ ജലത്തിൽ ലയിപ്പിച്ച് നീക്കം ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ക്ലോറിൻ വാതകത്തെ ഈർപ്പരഹിതമാക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത്? സൾഫ്യൂരിക് ആസിഡ്. H2SO4 എന്ന് പറഞ്ഞത് സൾഫ്യൂരിക് ആസിഡാണ്. H2SO4. ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കുന്നത് എങ്ങനെ? ഈർപ്പരഹിതമായ കുമ്മായപ്പൊടിയിലൂടെ ഈർപ്പരഹിതമായ ക്ലോറിൻ വാതകം കടത്തിവിട്ടാണ് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കുന്നത്.